കൂട്ടുകാർക്കും RJS വ്ളോഗ്സിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ചൂര പുരട്ടാണ്. അതായത് അതിൻ്റെ ചേരുവകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞു തരാം. കടുക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൊച്ചുള്ളി, കറിവേപ്പില, പുളി, തക്കാളി, പിന്നെ മുളക് ചതച്ചത്. ഇതെല്ലാമാണ് ഇതിൻ്റെ കൂട്ടുകൾ. ഇനി നമുക്ക് ഇതിലോട്ട് പോകാം. എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളിയാണ്, അതായത് പഴയ രീതിയിലുള്ള കറിയാണ്. പണ്ടുള്ള അമ്മമാരെല്ലാം ഈ ചെറിയ ഉള്ളിയെല്ലാം ഇട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പത്തിന് വേണ്ടിയാണ് പിന്നുള്ള തലമുറകൾ സവാളയിലോട്ട് മാറിയത്. പക്ഷേ ഇതാണ് രുചി. ചുവന്നുള്ളി ഏത് കറിയിലിട്ടാലും സവാളയിട്ടാലും രുചിക്കുന്നത് ഇതാണ്, അതറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിയിട്ട് വയ്ക്കാം. ഉള്ളി ഇങ്ങനെ ഒന്ന് ചുവന്ന് വരണം. ഇറച്ചി മീനുമൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ വയ്ക്കുന്നത്. പിന്നെ പലർക്കും പല ഇതാണല്ലോ. നമ്മളെന്ന് പറഞ്ഞ ചിറയിലേക്കാരാണ്. അപ്പോൾ അവർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മീനിൻ്റെ നാട്ടിൽ ജനിച്ച് വളർന്നതാണ്. എൻ്റെ അമ്മയെല്ലാം തനി കടപ്പുറത്തുകാരാണ്. അവരെല്ലാം എപ്പോഴും കടപ്പുറത്ത് സഹസിച്ചുകൊണ്ടിരുന്നവരാണ്. എൻ്റെ അമ്മയുടെ സ്ഥലമെല്ലാം തെക്കും ഭാഗം, കടയ്ക്കവർ തെക്കും ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കായലിനപ്പുറം കടൽ. അങ്ങനെയൊക്കെ ഈ പറഞ്ഞായിട്ടൊക്കെ എൻ്റെ അമ്മയ്ക്കെല്ലാം വളരെ ബന്ധമുണ്ട്. അതിനൊക്കെ കുറച്ചൊക്കെ കണ്ട് നമ്മളും പഠിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മമാരുടെ കൈപ്പിൻ്റെ അല്ലല്ലോ ഇപ്പോഴും. എൻ്റെ കയ്യിലെല്ലാം അരയ്ക്കും. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ എളുപ്പത്തിന് വേണ്ടി പൊടിച്ചെടുക്കും. നല്ലവണ്ണം ചുവന്ന് വരണം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചേരുവയിലോട്ട് പോകാം. മുളക് പൊടി ചെറിയ തീയിൽ വെച്ച് ഇടാവുള്ളൂ. മുളക് പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ. എല്ലാം നല്ലവണ്ണം മൂക്കണം. ചെറിയ തീയിൽ വെച്ച് ഇത് ശരിയാക്കാൻ പറ്റില്ല. വലിയ തീയായാൽ ഇത് കരിഞ്ഞു പോകും. ഒന്ന് ബ്രൗൺ കളറായിട്ട് മാറണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരണം. എങ്കിലേ കറിക്ക് രുചി കിട്ടും. പിന്നെ അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇത് ഇടിച്ച് വെച്ചിരിക്കുന്നതാണ്. യാതൊരു കാരണവശാലും മിക്സിയിൽ അരിഞ്ഞു പോകാൻ പാടില്ലെങ്കിൽ ആ രുചി വേറെ ഒരു രുചിയിലോട്ട് പോകും. ചെറിയ തക്കാളിയാണ് അരിഞ്ഞെടുക്കുന്നത്. പിഴിഞ്ഞ് വെച്ച വെള്ളം മതി. തിളപ്പിച്ചാക്കി വെള്ളം
തിളച്ചോളൂ. തിളച്ചതിന് ശേഷം മീൻ ഇതിൽ ചേർക്കാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഒന്നായിട്ട് ഇറക്കിയിടാം. ഇവിടെ മീനിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് ഇതിനെടുത്തിട്ടുള്ളത്. എല്ലാം വേണമെങ്കിൽ ചേർക്കാം. നമുക്കൊന്നും കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാം വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇപ്പോൾ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ കൂട്ടുകാരെ, ഉടൻകൊല്ലി മുളക് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതിലോട്ട് അത് ഒരെണ്ണം പൊട്ടിച്ചിടുകയാണ്. എരിഞ്ഞെരിഞ്ഞ് പക്ഷേ ഉപ്പാട് വന്നു. ഒരു നിമിഷം കൊണ്ട് അത് കൊല്ലുമെന്നാണ് പറയുന്നത്. ഉടൻകൊല്ലി മുളക് ഇത് കൊല്ലുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ കൂട്ടാറുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പഴയ അമ്മമാർ പറയുന്നതാണ്. ഇപ്പോൾ ഉള്ളവർക്ക് ഈ മുളകിനെ കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല. എന്നാലും ചിലരെല്ലാം വാങ്ങി ഉപയോഗിക്കാറുണ്ട്. കിലോ 800 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ തൈ ഉണ്ട്, മുളകുണ്ട്. ഇതിൻ്റെ സ്വാദൊന്ന് മാറ്റും. പുളി കുറച്ച് കുറവുണ്ട്. കുറച്ചുകൂടെ പുളിവെള്ളം കുടിച്ചാൽ ഇത് നമുക്ക് ഇതൊന്ന് ഇളക്കി വയ്ക്കും. വരട്ട് വറ്റി തുടങ്ങി. ഇനി നമുക്ക് അതിൽ കുറച്ച് വറുത്ത മുളകിൻ്റെ പൊടി ചേർക്കാം. ഒരു വരണ്ടി മതി. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കാം. പിന്നെ നമ്മുടെ സുപരിചിതമായ കറിവേപ്പില, അത് എത്ര വേണോ ചേർക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന് എത്ര വേണോ ചേർക്കാം. കഴിക്കും തോറും നല്ലതാണ്. ഒരു മായവും ഒരു വളവുമില്ലാത്ത ഒറിജിനൽ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ കറിവേപ്പിലയാണ്. കൂട്ടുകാരെ, ഒരു ദിവസം എൻ്റെ വീട്ടിലൊന്ന് വരുമോ ആരെങ്കിലും ഒരാൾ? അപ്പോൾ ഇവിടെയൊക്കെ കണ്ട് കറിവേപ്പിലയൊക്കെ നുള്ളിത്തരാം. ഞാൻ കോവയ്ക്ക നുള്ളിത്തരാം, ഉടയനക്കൊല്ലി മുളക് തരാം, കുരുമുളക് തരാം. എന്നാ കഴിയുന്ന എല്ലാം എൻ്റെ വീട്ടിലുള്ള എല്ലാം തരാം. പക്ഷെ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നാൽ മതി. ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്നെ പ്രോത്സാഹിപ്പിക്കണം, എന്നെ അനുഗ്രഹിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, എന്നെ ഉയർത്തിക്കൊണ്ട് പോകണം. സുഹൃത്തുക്കളെ, കൊച്ചുമക്കളെ, അമ്മമാരെ, ചേച്ചിമാരെ, മറ്റുള്ളവരടുത്തും പറയണമെന്നുണ്ട്. പിന്നെ എനിക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ചൂര റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്നെ പ്രോത്സാഹിപ്പിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് സബ്സ്ക്രൈബ് തരണം, എനിക്ക് ലൈക്ക് തരണം. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ ഇത് അവസാനിക്കും.